പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SSLC പരീക്ഷയിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. SSLC പരീക്ഷ അഭിമുഖീകരിക്കാനിരിക്കുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അല്പം ടഫായ ഒരു സബ്ജക്റ്റ് എന്ന് ചിലരെങ്കിലും പറയാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ഹിന്ദി. ഹിന്ദി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഹിന്ദി ഭാഷയോട് പൊതുവെ നമ്മുടെ ഒരു മദർ ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളോട് ഉള്ള അത് പഠിക്കാനുള്ള ഒരു താല്പര്യമില്ലായ്മ, അതിൽ നിന്നാണ് പലപ്പോഴും ഹിന്ദി ടഫാണ് എന്ന് നമ്മൾ പറയാറുള്ളത്. സത്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ A+ വാങ്ങാൻ കഴിയുന്ന, ഏറ്റവും സുന്ദരമായി A+ വാങ്ങാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ് ഹിന്ദി. ഹിന്ദി നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഷയാണ്. ലോകത്താകെ ഹിന്ദി പഠിച്ചാൽ നമുക്ക് ഉപകാരപ്രദമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ മുന്നിലുള്ളത് പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഹിന്ദിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 40 മാർക്കിനും ചോദ്യങ്ങൾ വരുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്നാണ്. ഒരൊറ്റ മാർക്കിൻ്റെ ചോദ്യം പോലും പുറമേ നിന്ന് വരുന്ന ഒരു സംഭവം ഹിന്ദിയിലില്ല. 100% ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായി പ്രിപ്പയർ ചെയ്യുന്ന, നന്നായിട്ട് വായിക്കുന്ന ഏതൊരു കുട്ടിക്കും വളരെ എളുപ്പത്തിൽ ഹിന്ദിയിൽ A+ വാങ്ങാൻ സാധിക്കും. ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ 1 മാർക്കിൻ്റെ ചോദ്യവും 2 മാർക്കിൻ്റെ ചോദ്യവും 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക. 1 മാർക്കിൻ്റെ ചോദ്യം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരു 10 എണ്ണമെങ്കിലും ഉണ്ടാവും. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 6 എണ്ണവും ഉണ്ടാവും. സാധാരണഗതിയിൽ വരുന്ന ഒരു പാറ്റേൺ ഇതാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചേഞ്ചുകൾ വന്നേക്കാം. ഏതായാലും നമ്മളിപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. 4 മാർക്കിന് ബാത്ചീത്ത് വരുന്നുണ്ട്, അഥവാ സംഭാഷണം. ബാത്ചീത്ത് അല്ലെങ്കിൽ വാർത്താലാപ് രണ്ടും വരാൻ 50% സാധ്യതയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒന്നുകിൽ ബാത്ചീത്ത് അല്ലെങ്കിൽ വാർത്താലാപ് എന്നായിരിക്കും ഉണ്ടാവുക. അടുത്തത് ചരിത്രഗത വിശേഷൻ, അതുപോലെ പടക്കഥ, പത്ര, ഡയറി, സഹി മിലാൻ കരേം, സഹി ചാർ പ്രസ്താവ് ചുൻകർ ലിഖിയെ, അതുപോലെ തന്നെ റപ്പട്ട് തുടങ്ങി ഏകദേശം നിങ്ങൾ ക്ലാസ് റൂമുകളിലൊക്കെ പരിചയപ്പെട്ട ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ആദ്യം അത്തരത്തിലുള്ള 4 മാർക്കിൻ്റെ ചോദ്യങ്ങളെ എങ്ങനെ ആൻസർ ചെയ്യാമെന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ആമുഖമായിട്ട് പറയാണ്, ഞാൻ പറയുന്നത് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാൻ കഴിയുന്ന രൂപവും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹിന്ദി രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന രൂപവും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറയുക. നിങ്ങളെല്ലാവരും A+ ഹിന്ദിയിൽ വാങ്ങണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ പഠിക്കണം എന്ന് ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ആദ്യം ബാത്ചീത്ത് നോക്കാം. ബാത്ചീത്ത് അല്ലെങ്കിൽ വാർത്താലാപ്, ഈ രണ്ടിൽ 50% സാധ്യത. ഒന്നുകിൽ ബാത്ചീത്ത് എന്ന് വരും, അല്ലെങ്കിൽ വാർത്താലാപ് എന്ന് വരും. രണ്ടായാലും സംഭാഷണമാണ്, കോൺവെർസേഷൻ. സംഭാഷണം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന രൂപം നിങ്ങൾക്കറിയാം. ഹിന്ദിയിലൊരു ക്വസ്റ്റ്യൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉള്ള ഏതെങ്കിലും ഒരു ഭാഗം, അതിൻ്റെ ഒരു പാരഗ്രാഫ് മുകളിൽ കൊടുക്കുന്നു. ആ പാരഗ്രാഫിനെ ആസ്പദമാക്കി, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉള്ള പാരഗ്രാഫിനെ ആസ്പദമാക്കി അതിൻ്റെ താഴെ 3-4 ചോദ്യങ്ങൾ കൊടുക്കുന്നു. ഈ രീതിയിലാണ് ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് നിങ്ങൾക്കറിയാം. ഞാനത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരുപാട് എക്സാം എഴുതിയ ആളുകളാണ്. അപ്പോൾ ബാത്ചീത്ത് എന്ന ചോദ്യത്തിന് വേണ്ടി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമുക്ക് അത് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ, ബാത്ചീത്തിൻ്റെ ഒരു ചോദ്യം ഞാനിവിടെ എഴുതുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നമുക്ക് ഇതാണ് ഒരു ചോദ്യം. हमारा सौदा था खेल गंडी में गाने की अदला बदली का.
इस प्रसंग पर मोरपाल और मिहिर के बीच का बातचीत तैयार करें. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് ആദ്യമായിട്ട് ഈ ചോദ്യത്തിന് 4 മാർക്കിൻ്റെ ആൻസർ ചെയ്യുന്ന രൂപവും 3 മാർക്ക് കിട്ടുന്ന രൂപവും 2 മാർക്ക് കിട്ടുന്ന രൂപവും 1 മാർക്ക് കിട്ടുന്ന രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞു പോയി. എല്ലാ 4 മാർക്കിൻ്റെ ചോദ്യത്തിനും അങ്ങനെയുള്ള ചില രൂപങ്ങളുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവും. നിങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിലുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്തായാലും ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സംഭാഷണത്തിനുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാത്ചീത്ത് എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാർത്താലാപം എന്നുള്ള വേർഡ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വേർഡ് കണ്ടെത്താനുള്ള ഒരു കഴിവ് നിങ്ങൾ ആർജിക്കുക തന്നെ വേണം. അത് കഴിഞ്ഞാൽ സംഭാഷണമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു ടാസ്ക് ആര് തമ്മിലാണ് സംഭാഷണം എന്നുള്ളതാണ്. ആര് തമ്മിൽ സംഭാഷണം നടത്തണം എന്നുള്ളതാണ് പിന്നെ നമുക്ക് അറിയേണ്ടത്. അതിന് നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ എന്തായാലും ഔർ എന്നൊരു പ്രയോഗം ഉണ്ടാവും. ഇവിടെ നോക്കൂ, ഔർ എന്നുള്ള പ്രയോഗം എന്തായാലും ബാത്ചീത്തിൻ്റെ ചോദ്യത്തിന് എന്തായാലും ഔർ എന്നൊരു പ്രയോഗം ഉണ്ടാവും. അപ്പോൾ ഈ ഔർ എന്നുള്ള പ്രയോഗം നോക്കുക. അതിൻ്റെ ഫ്രണ്ടിലുള്ള ആള്, അതിൻ്റെ ബാക്കിലുള്ള ആള്, ഇവർ രണ്ടുപേരുമായിരിക്കും സംഭാഷണം നടത്തുന്നത്. ശ്രദ്ധിക്കണം. ആര് തമ്മിലാണ് സംഭാഷണം എന്നുള്ളത് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞത്. ഔറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള ആളുകൾ, അവരാണ് സംഭാഷണം നടത്തുന്ന ആളുകൾ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് സംഭാഷണം എങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരം ഞാൻ തരാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ആര് തമ്മിലാണ് സംഭാഷണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാത്ചീത്ത് എന്ന് മുകളിൽ എഴുതുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ആര് തമ്മിലാണ് സംഭാഷണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയ അതുപ്രകാരം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കണ്ടെത്തിയ ആളുകളുടെ പേരുകൾ ഇവിടെ എഴുതി തുടങ്ങുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് മോർപാൽ ആണ് ഒരു കഥാപാത്രം. രണ്ടാമത്തെ ആള് മിഹിറുമാണ്. മിഹിറാണ്. ഒന്നാമത്തെ ആള് മോർപാലാണ്. ഈ 2 പേരുകളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔർ എന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് നമ്മളിവിടെ എഴുതി വെച്ചു. മോർപാൽ, മിഹിർ. ഇനി ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സംഭാഷണം എങ്ങനെയായിരിക്കണം, കോൺവെർസേഷൻ എങ്ങനെയായിരിക്കണം. ഹിന്ദിയിൽ നമ്മൾ സംഭാഷണം എഴുതുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു 2 ആളുകൾ തമ്മിൽ സംഭാഷണം നടത്തുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വലിയ വലിയ സെൻറ്റൻസുകളിലൂടെ പോകുന്നതല്ല സംഭാഷണം. ചെറിയ ചെറിയ സെൻറ്റൻസുകളിലൂടെ നമുക്ക് സംഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിനാണ് ഏറ്റവും അധികം മാർക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ സംഭാഷണം മോർപാലും മിഹിറും ഈ ഇടവേളയിൽ ക്ലാസിൻ്റെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അവർ കൊണ്ടുവന്ന രാജ്മ ചാവലും ചാച്ചും തമ്മിൽ, മോരും പരിപ്പും ചോറും അവരങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന സന്ദർഭത്തിലുള്ള സംഭാഷണമാണ് ഇവിടെ ചോദിക്കുന്നത്. ആ സബ്ജക്റ്റിലേക്ക് ബന്ധപ്പെടുത്തി നമ്മൾ സംഭാഷണം ചെറിയ ചെറിയ വേർഡുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണ് സംഭാഷണം തയ്യാറാക്കേണ്ടത്. ഉദാഹരണത്തിന് മോർപാൽ ആദ്യം സംസാരിച്ച് തുടങ്ങുകയാണ്. മോർപാൽ സംസാരിച്ച് തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും അവരിങ്ങനെ വരുന്ന സമയത്ത് അരേ യാർ ക്യാ ഹം ഖാന ഖായേ. മോർപാൽ സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഹരേ യാർ ഹം, നോക്കൂ, അരേ യാർ ഹം ഖാന ഖായേ. അരേ യാർ ഹം ഖാന ഖായേ. അപ്പോൾ മിഹിർ പറയും ഹാം. അത്രേ പറയേണ്ടുള്ളൂ. ഹാം, അതെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കും വിശക്കുന്നു. മുझे भी भूख है. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടങ്ങുന്നു. സിമ്പിൾ നോക്കൂ നിങ്ങൾ, വളരെ സിമ്പിൾ അല്ലേ. അരേ യാർ हम खाना खाए. ഹാം, मुझे भी भूख है.
അതെ എനിക്കും വിശക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ഈ സംഭാഷണത്തെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിലിപ്പോൾ ഞാൻ ഫുള്ളൊന്നും ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ പിന്നെ നോട്ടൊക്കെ ടീച്ചേഴ്സൊക്കെ നോട്ട് തന്ന സംഭാഷണമായിരിക്കും, ഞാനത് കൂടുതൽ എഴുതുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു രൂപം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ എഴുതി, ഇത് ഒരു കോൺവെർസേഷനാണ് ഒന്ന്. ഇതേപോലെ താഴേക്ക് ചുരുങ്ങിയത് ഒരു 5 എണ്ണമെങ്കിലും ഇങ്ങനെ മോർപ്പാലും മെഹിറുമുള്ള സംഭാഷണം, ചുരുങ്ങിയത് ഒരു മോർപ്പാലും മെഹിറും തമ്മിലുള്ള ഈ സംഭാഷണം 1, 2, 3, 4, 5 ചുരുങ്ങിയത് ഒരു 5 എണ്ണമെങ്കിലും ചുരുങ്ങിയതുണ്ടാവണം. ഒരു 6 7 മാക്സിമം ഒരു 10 വരെ ആവുന്നതിനും പ്രശ്നമില്ല. അങ്ങനെ അങ്ങോട്ട് എഴുതിയാൽ തീർച്ചയായിട്ടും നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ പൂർണ്ണമായിട്ടും മാർക്ക് കിട്ടും. ഒരു സംശയ കാര്യത്തിലില്ല, മാർക്ക് കുറക്കൊന്നുമില്ല. അതേസമയത്ത് കോൺവെർസേഷനിലെ പ്രയോഗങ്ങളിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പം കുറച്ച് മാർക്ക് കുറഞ്ഞൊന്ന് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ 5 എന്നത് ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ 5 എണ്ണം എഴുതുക, അല്ല എങ്കിൽ ഒരു 10 എണ്ണമെങ്കിലും ഇങ്ങനെ കോൺവെർസേഷൻ എഴുതി പോവുക. അതിൽ നിന്ന് നമുക്ക് ഒരു പരമാവധി 4 മാർക്കിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് സംഭാഷണം തയ്യാറാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആദ്യം വേണ്ടത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1 മാർക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതിനൊരു സംശയം വേണ്ട. ക്വസ്റ്റ്യൻ മനസ്സിലായി മോർപ്പാൽ മിഹിർ എന്ന് എഴുതിയിട്ട് എന്തെങ്കിലും 2 കാര്യങ്ങൾ എഴുതി വെച്ചാൽ 1 മാർക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. 2 മാർക്ക് ഇതിങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കുറച്ചുകൂടെ കൂടുതൽ എഴുതിയാൽ 2 മാർക്ക് കിട്ടും. 3 മാർക്കിനും ഒന്നുകൂടെ നന്നായിട്ട് എഴുതിയാൽ 3 മാർക്ക് കിട്ടും. ഏറ്റവും മികച്ച രൂപത്തിൽ എഴുതിയാൽ 4 മാർക്കും കിട്ടും. അപ്പോൾ പരമാവധി 4 മാർക്ക് തന്നെ സംഭാഷണത്തിൽ എല്ലാവരും വാങ്ങണം. ആ കാര്യത്തിൽ നമുക്ക് ആ 4 മാർക്ക് നമുക്ക് ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സംഭാഷണത്തിൽ നിന്ന് ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില സംഭാഷണ സാഹചര്യങ്ങളെക്കുറിച്ച്, ചോദ്യം വരാൻ സാധ്യതയുള്ള സംഭാഷണ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ഒരു സാധാരണഗതിയിൽ വരുന്ന സംഭാഷണ ഭാഗങ്ങളെ ഒന്ന് പറയാണ്. ഇത് നിങ്ങളൊന്ന് കേട്ട് വെക്കുക. ഈ ഞാനീ പറയുന്ന ഭാഗങ്ങളെ ആസ്പദമാക്കിയൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് നോട്ട് തന്നിട്ടുണ്ടാവും, നിങ്ങളുടെ കയ്യിലതുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന്, ബീർബഹുട്ടി എന്ന പാഠത്തിൽ ആദ്യത്തെ രംഗം, ബീർബഹുട്ടികളെ തിരഞ്ഞുകൊണ്ട് സാഹിലും ബേലയും പോകുന്ന രംഗം, അവിടെ നിന്ന് സംഭാഷണം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദുഃഖാൻസെ എന്ന 2ാമത്തെ സീനുണ്ടല്ലോ, പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി കടയിലിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ രംഗത്തിലുള്ള സംഭാഷണത്തിന് സാധ്യതയുണ്ട്. ആശുപത്രിയിൽ വേറൊരു രംഗമുണ്ട്. ആശുപത്രിയിൽ അവർ 2 പേർക്കും മുറിവ് പറ്റി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി സർക്കാർ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തുള്ള രംഗമുണ്ട്, അവിടെയും സാധ്യതയുള്ളതാണ്. സുരേന്ദർ മാട്ട് സാബിൻ്റെ അടിയുമായി ബന്ധപ്പെട്ട് ബേലയോ സാഹിലോ ഒക്കെ വീട്ടിൽ അമ്മയായിട്ട് നടത്തുന്ന സംഭാഷണം, അങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ റിപ്പോർട്ട് കാർഡ് നോക്കുന്ന 2 പേരും പിരിഞ്ഞു പോകുന്ന രംഗത്ത് നിന്നും അത് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെയാണ് ആദ്യത്തെ പാഠത്തിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ അയാം കലാമിലെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയ രംഗം, അതുപോലെ തന്നെ ഭാഷൺ പ്രതിയോഗിത മത്സരത്തിൽ, പ്രഭാഷണ മത്സരത്തിൽ, ഹിന്ദി പ്രസംഗ മത്സരത്തിൽ, അയാം കലാം എന്ന പാഠത്തിൽ ഹിന്ദി പ്രസംഗ മത്സരത്തിൽ രൺവിജയ് വിജയിക്കുന്ന സമയത്ത് അവർ തമ്മിൽ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നടത്തുന്ന സംഭാഷണമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭാഷണമാണ് ചാർലി ചാപ്ലിൻ്റെ സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠത്തിലെ മാനേജറും അമ്മയും തമ്മിൽ നടത്തുന്ന സംഭാഷണം. ഈ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിനും അത് വന്നിരുന്നു, സാധാരണ പലപ്പോഴായിട്ട് ചോദിച്ച ഒരു സംഭാഷണമാണ്. അതുപോലെ തന്നെ ഗംഗിയും ജോക്കുവും തമ്മിൽ ആദ്യത്തെ രംഗത്തും അവസാന രംഗത്തിലും നടത്തുന്ന സംഭാഷണം, അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആണ്. അവിടെയൊക്കെ നമുക്ക് സാധ്യതകളാണ്. ഗുട്ടലിത്വ പരായിഹ എന്ന പാഠത്തിൽ ഗുട്ടലി അവർ ബുവാക്കെ ബീച്ച്, ഗുട്ടലിയും ഗുട്ടലിയുടെ ബുവായും തമ്മിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ ഗുട്ടലി അവർ മാംകെ ബീച്ച്, ഇതിനൊക്കെ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ സംഭാഷണത്തിനായി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദിശാഹീൻ ദിശ എന്ന പാഠത്തിൽ അബ്ദുൽ ജബ്ബാറും ലേഖനും തമ്മിൽ നടത്തുന്ന സംഭാഷണം, അവർ ഈ ഗസലൊക്കെ പാടി നിൽക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ സാധ്യത നമ്മൾ കാണണം. അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നും, നമ്മുടെ പാഠങ്ങളിൽ നിന്നുള്ള എല്ലാ ഏരിയയിൽ നിന്നും സംഭാഷണത്തിൻ്റെ സാധ്യതകളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകൾ
ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ എല്ലാം നന്നായിട്ട് പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് പടക്കഥയാണ്. സംഭാഷണം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അതേ പാറ്റേണിൽ വരുന്ന അടുത്ത ഒരു പ്രവർത്തനമാണ് പടക്കഥ. പടക്കഥയ്ക്ക് രണ്ട് ഭാഗമുണ്ട്. ഒരു ഭാഗം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത സംഭാഷണം തന്നെയാണ്. പടക്കഥ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സംഭാഷണം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഏരിയയൊന്നും പടക്കഥയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പടക്കഥ എന്ന ആ ഒരു തിരക്കഥ തയ്യാറാക്കുക, ആ വിഷയത്തിൽ രണ്ട് ഭാഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് അതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ്, രണ്ടാമത്തേത് അതിൻ്റെ സംഭാഷണ ഭാഗമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പടക്കഥ തയ്യാറാക്കാം? ഒരു ഉദാഹരണത്തിന് ഒരു ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ഒരു പടക്കഥ നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. നോക്കൂ, ഇതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ തന്ന പാരഗ്രാഫിൻ്റെ താഴെ 4 മാർക്കിൻ്റെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്നു. പാഞ്ചുവിയും കക്ഷക, ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബീർ ബഹുട്ടി എന്നുള്ള പാഠത്തിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന രംഗത്തിൻ്റെ ഒരു പടക്കഥ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ്. പാഞ്ചുവിയും കക്ഷക റിസൾട്ട് ആ ഗയ, दोनों छठी में आ गए, कहानी के इस भाग के आधार पर पटकथा का एक दृश्य तैयार करें. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇതിലെന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാൻ ഈ പടക്കഥ എന്നുള്ള വേർഡ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ പടക്കഥ എന്ന് കണ്ടാൽ അവിടെ എഴുതാനുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ നിൽക്കണം. അപ്പോൾ പടക്കഥ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടതിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു പടക്കഥയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ദൃശ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കഥാപാത്രങ്ങളെയും അവരുടെ മറ്റു സ്വഭാവ സവിശേഷതകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം കഥാപാത്രങ്ങൾ തമ്മിൽ നടത്തുന്ന സംഭാഷണവുമാണ്. ഈ സീനിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ വന്ന അവസാനം ബേലയും സാഹിലും 5ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ പാസ്സായി മറ്റു ഒരു സ്കൂളിലേക്ക് പിരിഞ്ഞു പോകുന്ന ആ സീനിൽ അതിനെ ആസ്പദമാക്കിയുള്ള ഒരു തിരക്കഥയാണ്, അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയുള്ള പടക്കഥയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ പടക്കഥയിൽ അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് എന്തൊക്കെയാണ് വരേണ്ടതെന്നാണ്. ഒന്ന് വരേണ്ടത് നമ്മൾ ദൃശ്യ ഏക് എന്ന് എഴുതുന്നു. എന്നിട്ട് അവിടെ എന്തൊക്കെ വേണം? ഒന്ന് വേണ്ടത് ആ ദൃശ്യത്തിലുള്ള അതിൻ്റെ സമയം എപ്പോഴെന്നാണ്, സമയം. മറ്റൊന്ന് വേണ്ടത് സ്ഥാൻ ആണ്, ഏത് സ്ഥലത്താണ് ഇത് നടക്കുന്നത്. മറ്റൊന്ന് വേണ്ടത് പാത്ര ആണ്, കഥാപാത്രങ്ങൾ ഈ ദൃശ്യത്തിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ വേണ്ടത്. അപ്പം നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് ഏതൊക്കെയാ ഈ സമയത്താണ് ഇത് നടക്കുന്നത് ഏകദേശം ഒരു അപ്പം ആദ്യം നമ്മൾ പടക്കഥ ഹെഡിങ് ഒക്കെ കൊടുത്തതിന് ശേഷം ദൃശ്യ ഏക്ക് എന്നെഴുതി. ശേഷം നമുക്ക് വേണ്ടത് ആദ്യത്തെ ഭാഗത്ത് വേണ്ടത് ഒന്ന് ആ കഥ നടക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതാണ്. മറ്റൊന്ന് കഥ നടക്കുന്ന സമയം എപ്പോഴാണ്. മറ്റൊന്ന് കഥ നടക്കുന്ന ആ സന്ദർഭത്തിൽ ആ സീനിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്. മറ്റൊന്ന് വേണ്ടത് ആ സീനിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു സീൻ എന്താണ്, അതിൻ്റെ ഒരു ദൃശ്യത്തിൻ്റെ ഒരു വർണ്ണന കൂടെ. ഇത്രയും ഭാഗങ്ങളാണ് ആദ്യത്തെ പാട്ടിൽ, പടക്കഥയുടെ ആദ്യത്തെ പാട്ടിലുണ്ടാവേണ്ടത്. അപ്പോൾ ഈ 3-4 കാര്യങ്ങളാണ് പടക്കഥയുടെ ആദ്യ ഭാഗത്ത് വേണ്ടത്. നോക്കൂ, നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ സീനിൻ്റെ നമുക്ക് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ സീനിൻ്റെ സ്ഥാൻ എവിടെയാണെന്ന് നോക്കാം. സ്ഥാൻ നമ്മൾ എഴുതുന്നു, സ്ഥാൻ എന്ന് എഴുതുന്നു. എന്നിട്ട് സ്ഥലം എവിടെയാണ് ഈ സീൻ നടക്കുന്നത്? സ്കൂൾ കെ പാസ് കി സഡക്, അല്ലെങ്കിൽ സ്കൂൾ കെ പാസ് കെ മൈതാൻ മേ, എവിടെയായാലും കുഴപ്പമില്ല, നമുക്ക് സങ്കല്പിച്ച് ചെയ്യാം. നമുക്ക് സ്കൂൾ കെ പാസ് കെ, ഇവിടെയാണ് ഈ സീൻ നടക്കുന്ന സ്ഥലം, അതവിടെ മുകളിൽ എഴുതി വെച്ച്. അപ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള, നേരത്തെ ഞാൻ വാർത്താലാപിൻ്റെ സമയത്ത് പറഞ്ഞ എല്ലാ രംഗങ്ങളിലും ഉള്ള അതിൻ്റെയൊക്കെ കഥ നടക്കുന്ന ഒരു സ്ഥലം എവിടെയാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. രണ്ടാമത്തെ കാര്യം സമയമാണ്. രണ്ടാമത്തെ ഇവിടെ വേണ്ടത് സമയമാണ്.
സമയം ബീർബഹുട്ടി പാടത്തിലെ ഏകദേശം സീനുകളൊക്കെ നടക്കുന്നത് രാവിലെ ഒരു 9 മണി 10 മണിൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ 10-11 മണിൻ്റെ ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്താണ് ബീർബഹുട്ടി കഥയിലെ ഏകദേശം സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് സുബ്ബഹ് 10 ബജെ സമയം ഇവിടെ നമ്മൾ എഴുതി സുബ്ബഹ് 10 ബജെ. മൂന്നാമത്തേത് വേണ്ടത് പാത്രാണ്. കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ കഥാപാത്രങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ പോരാ, കഥാപാത്രങ്ങളുടെ വയസ്സും അവരുടെ വേഷഭൂഷ, അവരെ ധരിച്ച വസ്ത്രങ്ങളും മറ്റു രൂപങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കണം. അപ്പോൾ നമ്മുടെ ഈ സീനിൽ 2 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ബേലയാണ്. ബേല നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം, ബേലയുടെ വയസ്സ് ഒരു 11 വയസ്സ് നമ്മൾ ബേല വയസ്സ് നമുക്ക് ഒരു 11 സാൽ എന്ന് എഴുതാം. സാൽ എന്ന് പറഞ്ഞാൽ വർഷം, വയസ്സ്. അപ്പോൾ വയസ്സ് എഴുതി. അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു സ്കൂൾ, അവരുടെ ഒരു വേഷം എന്താണ് എന്നും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ എഴുതി ചേർക്കണം. സ്കൂൾ യൂണിഫോം, അത്ര സിമ്പിളായിട്ട് എഴുതിയാൽ മതി. സ്കൂൾ യൂണിഫോം. അപ്പോൾ കഥാപാത്രം ബേല 11 സാൽ, സ്കൂൾ യൂണിഫോം പെഹനി ഹെ, ഇത്ര എഴുതി. ശേഷം അടുത്തത് നമുക്ക് വേണ്ടത് അടുത്ത കഥാപാത്രം സാഹിലാണ്. സാഹിൽ അടുത്ത കഥാപാത്രം, ഈ സീനിലെ അടുത്ത കഥാപാത്രം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ സാഹിലാണ്. സാഹിലിനും വയസ്സ് ബേലയെ പോലെ 11 സാൽ ആണ്. സാഹിലും ധരിച്ചത് സ്കൂൾ യൂണിഫോം തന്നെയാണ്. ഇവിടെ നമ്മൾ ബേലയായപ്പോൾ സ്കൂൾ യൂണിഫോം പെഹനീഹെ എന്ന് എഴുതി, സാഹിലായപ്പോൾ ആൺകുട്ടിയായപ്പോൾ സ്കൂൾ യൂണിഫോം പെഹനാഹെ എന്നെഴുതി. അത്ര എഴുതി കഴിഞ്ഞാൽ ഇനി വേണ്ടത് നമുക്ക് ഈ സീനിൽ നടക്കുന്ന സംഭവത്തിൻ്റെ ചെറിയൊരു വിവരണമാണ്. അവിടെ നടക്കുന്നത് ബേലയും സാഹിലും പ്രോഗ്രസ് റിപ്പോർട്ടുമായി റോട്ടിലൂടെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു രംഗമാണ്. ആ സന്ദർഭത്തിലുള്ള കഥയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അത് മാത്രം അവിടെ എഴുതി വെക്കണം. അതെങ്ങനെ നമുക്ക് എഴുതാം?